എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ പാവങ്ങൾക്ക് എത്ര വീടുകളാണ് വെച്ചു കൊടുത്തത്? നമുക്ക് വി.ഡി. സതീശനോടൊന്ന് ചോദിക്കാം. എത്ര വീടുകളാണ് പ്രതിപക്ഷ നേതാവ് അക്കാലത്ത് നിർമ്മിച്ചത്? 2011 മുതൽ 2016 വരെ എത്ര വീട് വെച്ചെന്നറിയാമോ? നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് 4,55,000 വീട് വെച്ചു. ഉറപ്പാണല്ലോ, ഈ കണക്ക് കറക്റ്റ് ആണല്ലോ അല്ലേ? ഒന്നുകൂടി ഓർമ്മിച്ചേ. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ അതെന്ത് പണിയാണ്? നിങ്ങളല്ലേ ആദ്യം 4,55,000 എന്ന് പറഞ്ഞത്? ഇപ്പോഴെങ്ങനെ ഒറ്റയടിക്ക് 12,000 കുറഞ്ഞു? അത് ശരിയല്ലല്ലോ. ഇപ്പൊ വി.ഡി. സതീശൻ പറയുന്ന ഈ കണക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് P.C. വിഷ്ണുനാഥാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എത്ര വീടാണ് വിഷ്ണുനാഥ് അക്കാലത്ത് വെച്ചത്? ഉമ്മൻചാണ്ടി 5 കൊല്ലം കൊണ്ട് 4 ലക്ഷം വീട് വെച്ചു കൊടുത്തു. 4.5 ലക്ഷം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി അത് റൗണ്ട് ഫിഗർ ആക്കി പറഞ്ഞതായിരിക്കും. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും ഈ കൃത്യമായ എണ്ണം പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ഹൈക്കമാൻഡിനോട് ചോദിക്കാം. ആരാണ് ഈ ഹൈക്കമാൻഡ്? കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹൈക്കമാൻഡ് എന്ന്? ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നുമല്ല. ഹൈക്കമാൻഡ് എന്നിപ്പോ ഇവിടുത്തെ ആളുകൾ ഉദ്ദേശിക്കുന്നത് കെ.സി. വേണുഗോപാലിനെയാണ്. അപ്പൊ കെ.സി. വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. നമുക്ക് കെ.സി. വേണുഗോപാലിനോട് ചോദിക്കാം, എത്ര വീട് വെച്ചിട്ടുണ്ടെന്ന്. അല്ല കെ.സി., ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവങ്ങൾക്ക് എത്ര വീടുകളാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്? ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ചപ്പോൾ 4.25 ലക്ഷം വീട് കൊടുത്തു. ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഒരു കൃത്യമായ കണക്ക് പറയണ്ടേ? സതീശനോട് ഒരിക്കൽ ചോദിച്ചപ്പോ 4,55,000, പിന്നെ ചോദിച്ചപ്പോ 4,43,000. P.C. വിഷ്ണുനാഥ് പറയുന്നു 4.5 ലക്ഷം, കെ.സി. പറയുന്നു 4.25 ലക്ഷം. ഇതിൽ ആര് പറയുന്നതാണ് ശരി? സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവങ്ങൾക്ക് നൽകിയ വീടുകളുടെ കൃത്യമായ എണ്ണം ഇവരുടെ ആരുടെയും കയ്യിലില്ല. ഉമ്മൻചാണ്ടിയോട് ചോദിക്കാനും പറ്റില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ആ സ്ഥിതിക്ക് നമുക്ക് അന്വേഷണം വേറൊരു വഴിക്ക് പിടിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ആകെ എത്ര ഭവനരഹിതരുണ്ടായിരുന്നു? അവർക്കാണല്ലോ ആ സർക്കാർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാവുക. അക്കാലത്തെ ഭവനരഹിതരുടെ എണ്ണം സംബന്ധിച്ച് ആ സർക്കാർ വല്ല കണക്കും പറഞ്ഞിട്ടുണ്ടോ? നോക്കാം. ഉണ്ട്, കണക്ക് പറഞ്ഞിട്ടുണ്ട്. M. ഹംസ MLA ചോദ്യത്തിന് 2015 ഡിസംബർ 7 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വന്തമായി ഭവനമില്ലാത്ത കുടുംബങ്ങളുടെ എണ്ണം 4,70,606. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഈ കണക്കുകളുള്ളത് എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. അപ്പൊ ഭവനരഹിതരുടെ എണ്ണം കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിന്റെ കണക്ക് ആദ്യമേ തള്ളിക്കളയാം. ഉമ്മൻചാണ്ടിയുടെ കണക്ക് പ്രകാരം ആ സർക്കാരിന്റെ കാലത്ത് ഭവനരഹിതർ 4,70,000 ഉള്ളൂ. ആ സ്ഥിതിക്ക് ആ സർക്കാരിന് 4.25 ലക്ഷം വീട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ 5,000 വീട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ വെക്കണം, കേട്ടെ. പക്ഷെ അങ്ങനെ ഒരു അവകാശവാദം ഇന്നേ വരെ ഒരു UDF നേതാവും ഉന്നയിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് കെ.സി. വേണുഗോപാൽ വെറുതെ തള്ളിയതാണ്. അക്കാര്യം നമുക്ക് ഉറപ്പിക്കാം. പിന്നെയുള്ളത് വി.ഡി. സതീശനും P.C. വിഷ്ണുനാഥും പറഞ്ഞ കണക്കുകളാണ്. നമുക്കതൊരു 4.5 ലക്ഷമായി റൗണ്ട് ചെയ്യാം. അപ്പൊ ആകെ ഭവനരഹിതർ 4,70,000. അതിൽ 4.5 ലക്ഷം പേർക്കും ഉമ്മൻചാണ്ടി സർക്കാർ വീട് കൊടുത്തുവെങ്കിൽ ബാക്കിയുള്ളത് 15,000 പേരാണ്. ആ 15,000 പേർക്കല്ലേ പിന്നീട് വന്ന പിണറായി സർക്കാർ വീട് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ലൈഫ് പദ്ധതി പ്രകാരം നാളിതുവരെ പിണറായി സർക്കാർ അനുമതി നൽകിയത് 6,04,046 വീടുകൾക്ക്. ഇതുവരെ പൂർത്തിയായത് 5,364 വീടുകൾ. ഈ ഭവനരഹിതർ 2016 ശേഷം കേരളത്തിൽ പൊടുന്നനെ ഉണ്ടായതാണോ? ഉമ്മൻചാണ്ടി സർക്കാർ 4.5 ലക്ഷം വീടുകൾ നൽകി എന്നാണല്ലോ പറയുന്നത്. ആ 4.5 ലക്ഷം വീടുകളും പൊളിഞ്ഞു വീണ് ഭവനരഹിതരായി മാറിയവർക്കാണോ LDF സർക്കാർ വീട് കൊടുത്തത്? അങ്ങനെയാകാൻ ഒരു വഴിയുമില്ല. എന്ന് വെച്ചാൽ വി.ഡി. സതീശനും വിഷ്ണുനാഥും ഒക്കെ പറയുന്നത് പോലെ ആ സർക്കാർ 4.5 ലക്ഷം വീട് കേരളത്തിൽ വെച്ചിട്ടില്ല. അങ്ങനെ 4.5 ലക്ഷം വീട് ഉമ്മൻചാണ്ടി സർക്കാർ ഭവനരഹിതർക്ക് പണിത് നൽകിയിട്ടുണ്ടെങ്കിൽ പിണറായി സർക്കാരിന് 5 ലക്ഷം വീട് പണിയേണ്ടി വരുമായിരുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? ഇനി നമുക്ക് വേറൊരു അന്വേഷണം കൂടി നടത്താം. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ബജറ്റുകളുടെ പരിശോധനയാണ്. ഈ 4.5 ലക്ഷം വീടുകൾ പണിതുവെന്നോ അങ്ങനെ പണിയാൻ പണം അനുവദിച്ചിട്ടുണ്ടെന്നോ ആ സർക്കാരിന്റെ കാലത്തെ ബജറ്റുകളിൽ എവിടെയെങ്കിലും അവകാശവാദമുണ്ടോ? നോക്കാം നമുക്ക്. 2011-12 UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഇങ്ങനെ പറയുന്നു: എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പാർപ്പിട നയം ഉടനെ പ്രഖ്യാപിക്കും. ബജറ്റിന്റെ പേജ് 70, പാരഗ്രാഫ് 319. സംസ്ഥാനത്ത് പ്രതിവർഷം 1,40,000 വീടുകൾ നിർമ്മിക്കുമെന്നാണ് ആ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മുൻഗണന നൽകി ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആ ബജറ്റിൽ സാഫല്യം ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. 1ാം ഘട്ടത്തിൽ 10,000 വീട് നിർമ്മിക്കാൻ 10 കോടി വകയിരുത്തി. എന്നിട്ട് ഈ പ്രഖ്യാപനം നടന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ സാഫല്യം പദ്ധതിയിലൂടെ 1,40,000 കുടുംബങ്ങൾക്ക് ആ സർക്കാരിന്റെ കാലത്ത് വീട് കിട്ടിയോ? 2015 നവംബർ 30 പയ്യന്നൂർ MLA C. കൃഷ്ണൻ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിച്ചു: ഈ സർക്കാർ, അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭവന നിർമ്മാണ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികൾ ഏതെല്ലാം?
ഓരോ പദ്ധതിയിലും 2011, 12, 12, 13, 13, 14, 14, 15 വർഷങ്ങളിൽ വകയിരുത്തിയ തുകയും ചെലവഴിച്ച തുകയും വിശദമാക്കാമോ? ഉമ്മൻചാണ്ടി വിശദമാക്കി. ആ മറുപടി സ്ക്രീനിൽ കാണാം. 1,40,000 വീടുകൾ നിർമ്മിക്കുമെന്ന് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ സാഫല്യം പദ്ധതിക്ക് അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും നോക്കൂ. സാഫല്യം പദ്ധതിക്ക് 10 കോടി വകയിരുത്തുമെന്നാണ് 2011-12 ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അക്കൊല്ലം വകയിരുത്തിയത് കേവലം 1 കോടി. 1 കോടി റിലീസ് ചെയ്തു, 3 കോടി ചെലവഴിച്ചു. തൊട്ടടുത്ത വർഷം ഈ പദ്ധതിക്ക് 1 പൈസയും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല. അടുത്ത 3 വർഷങ്ങളിലായി 20 കോടി വകയിരുത്തി, പക്ഷേ 1 പൈസയും ചെലവഴിച്ചില്ല. 1,40,000 വീടുകൾ നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ 10,000 വീട് നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചു. 10 കോടി ബജറ്റിൽ വകയിരുത്തിയെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ചെലവഴിച്ചത് 3,09,85,000 രൂപ. ഈ പണം കൊണ്ട് 1,40,000 വീട് വയ്ക്കാൻ കഴിയുമോ? എങ്കിൽ ഭവന നിർമ്മാണ മേഖലയിൽ അതൊരു വലിയ വിപ്ലവമായിരുന്നിരിക്കണം, അല്ലെ? കൂടുതലൊന്നും പറയണ്ടല്ലോ. സാഫല്യം പദ്ധതി ബെഡായി ആയിരുന്നു. ആ പദ്ധതി വഴി ആർക്കും വീട് കിട്ടിയിട്ടില്ല. ഇനി 2015-16 ബജറ്റിൽ ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാവർക്കും പാർപ്പിടം പദ്ധതി വീണ്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 1.25 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ 3 പദ്ധതികളാണ് ആ ബജറ്റിൽ ഇടം പിടിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു വാർഡിൽ 1 വീട് പദ്ധതിയായിരുന്നു അടുത്തത്. 22,000 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം. ഗൃഹശ്രീ പദ്ധതിയിൽ 1,500 വീടുകളാണ് 3ാമത്തെ പദ്ധതി. ഈ പദ്ധതികൾക്കുള്ള സാമ്പത്തിക സമാഹരണത്തിനായി പെട്രോളിനും ഡീസലിനും 1 രൂപ സെസ് പിരിക്കുമെന്നും ആ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇനി 2014-15 1.25 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ ആവിഷ്കരിച്ച ആ പദ്ധതിയുടെ സ്ഥിതി എന്തായിരുന്നു? 2016 ഫെബ്രുവരി 8 ഉമ്മൻചാണ്ടിയോട് എസ് ശർമ്മ MLA ചോദ്യം ഇങ്ങനെ: സംസ്ഥാനത്തെ 1.25 ലക്ഷം കുടുംബങ്ങൾക്കായി 2015-16 ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാവർക്കും പാർപ്പിടം പദ്ധതിയിൽ സർക്കാർ വിഹിതമായി ബജറ്റിൽ വകയിരുത്തിയ തുക എത്ര? ഉമ്മൻചാണ്ടിയുടെ സിമ്പിൾ ഉത്തരം നോക്കൂ. 1 തുകയും വകയിരുത്തിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു വാർഡിൽ 1 വീട് എന്ന പദ്ധതിയിൽ 22,000 വീടുകൾ നിർമ്മിക്കുമെന്ന് 2015-16 ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതെന്തായി എന്ന് KV വിജയദാസ് MLA 2016 ഫെബ്രുവരി 8 ഉമ്മൻചാണ്ടിയോട് തന്നെ ചോദിച്ചു. ചോദ്യം ഇങ്ങനെ: നിർമ്മാണം പ്രഖ്യാപിച്ച എത്ര വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും താക്കോൽ കൈമാറുകയും ചെയ്തിട്ടുണ്ട്? ഉമ്മൻചാണ്ടിയുടെ ഉത്തരം ഇങ്ങനെ: നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. 2016 ഫെബ്രുവരി 8 വരെ ഈ 1 വീടുകളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറുമ്പോഴല്ലേ പാല് കാച്ചാൻ പറ്റൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച 1 വീട്ടിലും പാല് കാച്ചാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ 1,40,000 വീടുകൾ നിർമ്മിക്കാൻ സാഫല്യം പദ്ധതി പ്രഖ്യാപിച്ചു. 1 വീടും നിർമ്മിച്ചില്ല. 2014-15 ബജറ്റിൽ എല്ലാവർക്കും പാർപ്പിടം പദ്ധതിയിൽ 1.25 ലക്ഷം വീട് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2016 ഫെബ്രുവരി വരെ ആ പദ്ധതിക്കും ബജറ്റിൽ 1 രൂപയും അനുവദിച്ചില്ല. 1 വീടും നിർമ്മിച്ചുമില്ല. ഈ 2 പദ്ധതികളും പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പായില്ല. അതുകൊണ്ട് 1 വീടും പാല് കാച്ചാനും കഴിഞ്ഞില്ല. ഇനി 1 വീടിന്റെ എങ്കിലും അടിസ്ഥാനമെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ പുള്ളി പാല് കാച്ചുമായിരുന്നു. റൺവേ പോലും നിർമ്മിക്കാത്ത വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത കക്ഷിക്ക് ഇതൊക്കെ വെറും നിസ്സാരമാണ്. പക്ഷെ 1 വീടിന് പോലും അന്ന് അടിസ്ഥാനം പോലും കെട്ടിയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അന്ന് പാലുകാച്ചൽ നടക്കാതെ പോയത്. മറ്റു കാരണങ്ങളില്ല. പിണറായി സർക്കാർ വീട് പ്രഖ്യാപിച്ചു, നിർമ്മാണം പൂർത്തിയാക്കി, താക്കോൽ കൈമാറി, പാലും കാച്ചി. ഉമ്മൻചാണ്ടി വീട് വെക്കുമെന്ന് ബജറ്റിൽ എഴുതി കാണിച്ചതേയുള്ളൂ. 1 വീടും വെച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പാല് കാച്ചാനും കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ ഈ VD സതീശനും വിഷ്ണുനാഥും KC വേണുഗോപാലും പറയുന്ന 4.5 ലക്ഷം വീട് ഉമ്മൻചാണ്ടി എവിടെയാണ് നിർമ്മിച്ചത്? ഇത്രയും വീട് ആ സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചത് നമ്മുടെ നാട്ടിലെ ഭവനരഹിതർ അറിഞ്ഞിട്ടുണ്ടോ? ചന്ദ്രനിലോ ചൊവ്വയിലോ മറ്റോ ആണോ ഇത്രയും വീട് പണിതത്? അതുകൊണ്ടാണോ അവരത് അറിയാതെ പോയത്? തന്റെ ഭരണകാലത്തെ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച 2 ഭവന നിർമ്മാണ പദ്ധതികളിലും 1 വീടും വെച്ചിട്ടില്ലെന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെയാണ് VD സതീശൻ സാറെ കേരള നിയമസഭയിൽ പറഞ്ഞത്. എന്നിട്ടും ആ ഭരണകാലത്ത് 4.5 ലക്ഷം വീട് വെച്ചു എന്ന് എത്ര ആത്മവിശ്വാസത്തോടെയാണ് VD സതീശനും കൂട്ടരും നുണ പറയുന്നത്? ഇനി പറയൂ, VD സതീശനെ നുണേശൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ? പെരും നുണേശൻ എന്ന് തീർത്ത് തന്നെ വിളിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ.
അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. nbkerala.com എന്ന വെബ്സൈറ്റിൽ പ്രതിമാസം 100 രൂപ ഗൂഗിൾ പേ വഴി ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങളെ സഹായിക്കണമെന്നും നിലനിർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 100 രൂപയിൽ കൂടുതൽ നൽകാൻ സന്നദ്ധതയുള്ളവർ ദയവായി 7994903388 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.